വെച്ചിട്ടാണ് ഒരു ജെല്ലി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കാണാം. അപ്പോൾ ഈ മാങ്ങ തോടൊക്കെ നല്ലപോലെ അവിടെ പോക്കുക, എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെ നല്ലോണം സ്ലൈസ് ആയി മുറിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും കട്ടാക്കിയാൽ. ഇത് നമുക്ക് ഇനി പാനിലേക്ക് ഇടാം. അപ്പോൾ പാനിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇനി നമുക്ക് 4-5 കുരുമുളക് ഇതിലേക്ക് ഇടുക. ഓക്കെ, ഇതിലേക്ക് കുറച്ച് പട്ടയും ഇടുകയാണ്. ഇനി നമുക്കിത് തിളയ്ക്കണ വരെ കാത്തിക്കണം, എന്നിട്ട് അടുത്തത് ഇടാൻ പറ്റുള്ളൂ. ഇത് നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് ഈ ചൂടാക്കിയ സാധനം നമ്മൾ ഈ മിക്സിയിലേക്ക് ഇടാം. അങ്ങനെ ഒക്കെ ഇതിലേക്ക് ഇട്ട് കഴിയുന്നു. അത് മിക്സിയിൽ അടിക്കുക. അങ്ങനെ ഇത് നല്ലോണം പേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മളിത് തുറക്കാൻ പോവാണ്. നമുക്കത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ മിക്സിയിൽ അടിച്ചപ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇവിടെയൊക്കെ ചെറിയ മാങ്ങനെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇത് നമ്മൾ പാനിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നമുക്ക് വെറുതെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഒന്നും കൂടി ചൂടാക്കാൻ വെക്കാം. ഗ്യാസിൽ തന്നെ പാൻ വെക്കുക. ഇനി നമുക്കിത് ചൂടാണ് വെക്കാൻ, നല്ല ബബിളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല പഞ്ചസാര ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചാൽ നല്ല ടേസ്റ്റ് അതിൽ പിടിച്ചോളും. ഇനി കുറച്ച് മുളക് പൊടി ഇടാം. ഇനി നമുക്ക് ആ മുളക് പൊടിനോണ്ട് ഇളക്കുക. അപ്പോൾ കയ്യിൽ കളർ പിടിച്ചോളും. ഇനി നമുക്ക് ക്രഷ് ചില്ലി കുറച്ച് ഇതിലേക്ക് ഇടാം. ഇനി നല്ലോണം ഇളക്കേണ്ടി വരും. അപ്പം നമ്മൾ ഈ സാധനം ഇങ്ങനത്തെ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമ്മളിങ്ങനെ പരത്തി കൊടുക്കുക എല്ലാ ഭാഗത്തും. എന്നിട്ട് പറഞ്ഞുതരാം. ഇനി നമ്മൾ കുറേ പാത്രം എടുത്തിട്ട് വേണമെങ്കിൽ കുറേ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് എടുക്കാം. ഇത് നമ്മൾ നൈസാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കുക കേട്ടോ, പരത്തി. അങ്ങനെ നമ്മൾ 2 പാത്രത്തിലേക്കും ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്തിലൊന്ന് ഉണക്കാടാം. അപ്പോൾ ഗൈസ്, ഇത് പറഞ്ഞാൽ മഴക്കാറും വരുന്നുണ്ട്. അത്ര വെയിലൊന്നുമില്ല. വെയിൽ എപ്പോഴാണ് വരാമെന്നൊന്നും അറിയില്ല. ഇനി നമ്മളിത് തിന്നണ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാവർക്കും ബൈ.